വെൽക്കം ബാക്ക് ടു ക്രിക്കറ്റ് വിത്ത് മീ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റിനെ പറ്റി. ഞാൻ കുറച്ചായിട്ട് ക്രിക്കറ്റ് പ്രോഡക്റ്റ് തന്നെയാണ്, കുറച്ചായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു ഭയങ്കര ചീപ്പാണ്, അപ്പൊ അത് നോക്കിക്കൂടെ ചോദിക്കും. അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ കാണാം. അപ്പൊ എന്റെ ഫ്രണ്ട് വഴി ഞാൻ ലിങ്ക് സംഘടിപ്പിച്ചു, നോക്കി ഓർഡർ ചെയ്തു. അപ്പൊ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. മൂൺ വാക്കറിന്റെ തൈസും ഇന്നർ തൈസും ആണ്. ഇതിന് റേറ്റ് വരുന്നത് ജസ്റ്റ് അണ്ടർ 700 ആണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഒറിജിനലിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ തന്നെ ഉണ്ട്. അത്യാവശ്യം ഹാർഡാണ്, നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാപ്പിംഗ് ആയാലും നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പിംഗ് തന്നെയാണ്. അത് ഇന്നർ തൈസിലേക്ക് വരുമ്പോഴായാലും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഒറിജിനലായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് മെയിൻ ആയിട്ട് തോന്നി നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ലോഗോ പോലത്തെ ഒരു എംബ്രോയിഡറി അല്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ, ഒരു പെയിന്റിങ് പോലെയാണ് വന്നിട്ടുള്ളത്. മറ്റേതിൽ അതൊരു എംബഡഡ് ലോഗോ ആയിരിക്കും വരാം മൂൺ വാക്കറിന്റെ. ഓവറോൾ പ്രൊഡക്റ്റ് വൈസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെറ്റേഴ്സ് ഒന്നും അത്ര ക്വാളിറ്റി ആയിട്ടുള്ള പ്രിന്റിങ് അല്ല വരുന്നത്. ഇത് കിട്ടിയെന്ന പോലെ ഇങ്ങനെ തന്നെയാണ്. മെയിനായിട്ട് ഇതിന്റെ ക്വാളിറ്റി എടുത്ത് നമുക്ക് പറയുമ്പോൾ ഭയങ്കര നല്ല ഹാർഡാണ്. എന്തായാലും ബോൾ തട്ടിയാലും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല എന്ന് നമുക്ക് എന്തായാലും പറയാം. അതുപോലെ ബാക്കിയെല്ലാം ഒരു റെപ്ലിക്ക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രോപ്പർ റെപ്ലിക്ക ആയിട്ട് നമുക്ക് പറയാം. അകത്ത് വരുന്ന മെഷും കാര്യങ്ങളായാലും ഇത് ഒറിജിനൽ പോലെ തന്നെയുള്ള ഒരു കളറും കോമ്പിനേഷനും എല്ലാമാണ് വരുന്നത്. പിന്നെ ഒറിജിനലായിട്ട് വ്യത്യാസമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ തൈലും നമുക്ക് മൂൺ വാക്കർ എന്ന് വരും. ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്, അപ്പൊ അതിൽ നമുക്കറിയാം മൂൺ വാക്കർ എന്ന് വരും. പിന്നെ രണ്ടിലും ഇതേപോലെ തന്നെ മെഷിങ് ഒക്കെ ഓക്കെയാണ്. ഇത് രണ്ട് കളർ കോമ്പിനേഷൻസിലാണ് വരുന്നത്. ഓറഞ്ചും ബ്ലൂവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഗ്രീനും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഓവറോൾ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രാക്ടീസും ആ ടൈമിനൊക്കെ യൂസ് ചെയ്യാൻ, മാച്ചസിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും ഓവറോൾ പ്രോഡക്റ്റ് ആ പൈസക്ക് എന്തായാലും വർത്താണ്. നമ്മളൊരു ഒറിജിനൽ പ്രോഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും അറിയാലോ, എബവ് 2000 ആണ് മൂൺ വാക്കറിന്റെ തൈസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒറിജിനലായ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രാക്ടീസിനും ഫ്രീ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊരു വർത്തി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതില് ഈ ഭാഗത്ത് വരുന്ന മെഷ് അത്ര സ്ട്രാപ്പ് അത്ര കുഴപ്പമില്ല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. യൂസ് ചെയ്യുന്ന ടൈമിന് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. സ്റ്റിക്കിങ് ഓണും ഇതും വെൽക്രോ ഒക്കെ ക്വാളിറ്റിയുള്ള വെൽക്രോ തന്നെയാണ്. പക്ഷെ അതിൻ്റെതായ ഒരു ശ്രദ്ധ നമ്മൾ എപ്പോഴും പുലർത്തിയാൽ അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കൂടി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ അറിയാലോ, ആ ഇലാസ്റ്റിക് അത്യാവശ്യം നോർമൽ ക്വാളിറ്റിന്റെ ഇലാസ്റ്റിക് തന്നെ ആയിരിക്കും വരുന്നത്, നമുക്ക് ഹൈ റേഞ്ചിലേക്ക് വരില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏകദേശം ഒരു ക്വാളിറ്റി. പക്ഷെ ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ വെൽക്രോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വെൽക്രോയും അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും. പിന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കോമ്പിനേഷൻ, ഒറിജിനലിന്റെ അതേ കോമ്പിനേഷനും അതേ ഒരു റെപ്ലിക്ക പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മേൽഭാഗത്തിലേക്കുള്ള വരുന്ന ഫ്ലെക്സിബിലിറ്റിന്റെ ഏരിയ വരുമ്പോൾ ബെൻഡ് ആവേണ്ട പാർട്സ് ഒക്കെ അതേ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ ക്ലോത്തിങ്ങും കാര്യങ്ങളും അതിലെ ഗിയറും ഇതേപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ളതാണ്. ഇപ്പൊ ബോൾ തട്ടിയാൽ എന്തായാലും ഞാൻ ഷുവറായിട്ട് പറയാം, യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ബോൾ തട്ടിയിട്ടും ഇല്ല എൻ്റെ മേത്ത് ഇത് ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഷുവറായിട്ട് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഷുവറായിട്ട് ഇത് ബോൾ തട്ടിയാൽ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഓവറോൾ ഔട്ട് ഓഫ് 10 നമുക്കൊരു എന്തായാലും ഒരു 8.5 കൊടുക്കാൻ പറ്റും പ്രൊഡക്റ്റിന്. ഈ പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് അണ്ടർ 700 നമുക്ക് വരുന്നുള്ളൂ. അത് നിങ്ങളുടെ ഡെലിവറി ലൊക്കേഷനും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും ഫൈനൽ എമൗണ്ട് വരാൻ. എന്തായാലും ഒരു 700 അണ്ടറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും നിങ്ങൾ റിവ്യൂസ് നോക്കുക. പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഫ്ലിപ്കാർട്ടിൽ തന്നെ ഉണ്ടാവും, അതിലെ റിവ്യൂസ് നോക്കുക, എന്നിട്ട് മാത്രം ഷോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂ ആണ്, എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്.
ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പലർക്കും പല പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ, പിന്നെ എന്റെ 1-2 ഫ്രണ്ട്സ് ആണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നന്നായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനപ്പോ തന്നെ ഞാനും ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി നല്ല റിസൾട്ട് ആണെങ്കിൽ എന്തായാലും വീഡിയോയുടെ അടിയിൽ അതിനെപ്പറ്റി കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രയോണിലെ ഔട്ട്പുട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെറ്റേഴ്സ് ഒന്നും അത്ര ഇതായിട്ടല്ല അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓവറോൾ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു അവർക്ക് ബയേഴ്സ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഇവരത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് ഈ ഒരു പേരിലല്ലാണ്ട് തന്നെ ഇവരുടെ ഒരു ബ്രാൻഡിൽ വിറ്റാലും ഇത് സെയിൽ ആവാനുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ മെഷും വെൽക്രോയും ഇലാസ്റ്റിക്കും വരുന്നത് നല്ല കംഫർട്ട് ആയിട്ടാണ് വരുന്നത്. നല്ല ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഒറിജിനലിന്റെ തന്നെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, ഒറിജിനൽ ഞാൻ പറയുന്നില്ല, ഒരു ക്വാളിറ്റി ഉള്ള ഒരു സൈസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ തന്നെ ഈ വെൽക്രോയിലും ഈ ഇലാസ്റ്റിക്കിലും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോഴായാലും വളരെ ഫിറ്റ് ആണ്, പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇന്നർ തൈയിലേക്ക് വരുമ്പോഴായാലും പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഇലാസ്റ്റിക് വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അതിന് അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്ത് എന്തായാലും ഫെമിലിയർ ആയിക്കോളും. ഓക്കെ, ഓവറോൾ ഇതാണ് പ്രൊഡക്റ്റിന്റെ റിവ്യൂ വരുന്നത്. താങ്ക് യു.